ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസെൻ്റായി റിലീസായ ഒരു തെലുങ്ക് ആക്ഷൻ മൂവിയായ ആചാര്യ എന്ന സിനിമയുടെ കഥയാണ്. കഥയുടെ തുടക്കത്തിൽ സിത്തവനം എന്നൊരു ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നു. ആ വനത്തിനുള്ളിൽ ധാരാളം ആളുകളുണ്ട്. ഈ സിത്തവനത്തിനുള്ളിൽ പാതക്കെട്ടെന്നും ധർമ്മസ്ഥായി എന്നും രണ്ട് പ്രദേശങ്ങളുണ്ട്. പാതക്കേട്ടം എന്ന സ്ഥലത്ത് ധാരാളം വൈദ്യന്മാരും അവരുടെ ആളുകളുമാണ് ജീവിക്കുന്നത്. പച്ചമരുന്ന് വൈദ്യത്തിന് പേരുകേട്ട ഇടമാണ് പാതഘട്ടം എന്ന ഏരിയ. ധർമ്മസ്ഥലയിലും സാധാരണ ജോലികൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. സിത്തവനത്തിന്റെ പ്രധാന ടെമ്പിൾ ധർമ്മസ്ഥലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ കഥയിലെ വില്ലനായ വസവൻ ഉള്ളത്. അവന് കൂട്ടായി ധാരാളം ഗുണ്ടകളുമുണ്ട്. അവൻ ആ നാട്ടിൽ വളരെ മോശമായ കാര്യങ്ങളാണ് ചെയ്യുക. ആ ടെമ്പിളിൽ വരുന്ന ആളുകളുടെ മാലകളും പണങ്ങളും അവർ മോഷ്ടിക്കാറുണ്ട്, കള്ളു വാറ്റാറുണ്ട്, അത് കുടിച്ച് വളരെ മോശമായി ആളുകളോട് ബിഹേവ് ചെയ്യാറുണ്ട്. ഇതുപോലെ വളരെ മോശമായ കാര്യങ്ങളാണ് വില്ലനും അവൻ്റെ ആളുകളും ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ചില ഗവൺമെൻറ് ഓഫീസേഴ്സിന് മനസ്സിലാകും. സോ എങ്ങനെയെങ്കിലും വസവനെ അറസ്റ്റ് ചെയ്യണമെന്ന് കരുതി വസവന്റെ അടുത്തേക്ക് അവർ ചെല്ലും. പക്ഷെ വളരെ ക്രൂരമായി വസവൻ അയാളെ കൊല്ലുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ മൂവിയുടെ ഹീറോയെ കാണിക്കും. ഹീറോയുടെ പേര് ആചാര്യ. കാർപ്പൻ്ററായി ജോലി ചെയ്യാനാണ് ആചാര്യ ധർമ്മസ്ഥലയിലേക്ക് വരുന്നത്. ആചാര്യയുടെ ഫ്രണ്ടിന്റെ കൂടെയാണ് ആചാര്യ താമസിക്കുക. ആ വീടിനടുത്തുള്ള ഒരു ഫാമിലിയിലെ ചെറിയൊരു പെൺകുട്ടിയായ ഉമ്മ ആചാര്യയുമായി പെട്ടെന്ന് കമ്പനിയാകും. വളരെ ക്യൂട്ടായി സംസാരിക്കുന്ന അവളെ ആചാര്യയ്ക്ക് വളരെ ഇഷ്ടമായതിനാൽ എപ്പോഴും ആചാര്യ അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. പാതക്കെട്ടം എന്ന ഏരിയയിലുള്ള വൈദ്യനായ വേദയ്ക്കും മറ്റ് വൈദ്യന്മാർക്കും വസവന്റെ അനീതിയും അക്രമങ്ങളും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതിനാൽ അവർ വസവന് നേരെ എതിരായിട്ടാണ് പ്രവർത്തിക്കുക. സോ വസവനെ കുറിച്ച് പോലീസുകാരോട് പറഞ്ഞതും വേദയും കൂട്ടുകാരുമാണ്. ഈ കാര്യം വസവന്റെ ഫ്രണ്ട്സ് അറിയുകയും വേദയും കൂട്ടുകാരെയും അടിക്കുകയും ചെയ്യും. അവർ വേദയുടെ നെഞ്ചിൽ ചവിട്ടി ഇനി വസവനെതിരെ പ്രവർത്തിക്കരുതെന്ന് വോൺ ചെയ്ത് അവിടെ നിന്നും പോകും. ആ നാട്ടുകാരും ആചാര്യയും അറിയും. വേദയെ ചവിട്ടിയ കാലുകൊണ്ട് അവരിപ്പോഴും വിലസുകയാണെന്നും അവർക്കെതിരെ ഒരു വിരൽ പോലും ചൂണ്ടാൻ ആർക്കും ധൈര്യമില്ലെന്നും എത്രനാൾ വസവന്റെ അടിമകളെ പോലെ നമ്മൾ ജീവിക്കുമെന്നൊക്കെ ആ നാട്ടുകാർ പരസ്പരം പറയും. ഇതൊക്കെ ആചാര്യ കേൾക്കുകയും വേദയെ അടിച്ചവരെ അന്വേഷിച്ച് പോകുകയും ചെയ്യുന്നു. വേദയെ അടിച്ചയാൾ ഒരു ലേഡിയോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നത് കാണുന്ന ആചാര്യ അയാളെ എങ്ങനെയൊക്കെ അടിക്കാമോ അതുപോലെ അടിക്കും. ലാസ്റ്റായി വേദയെ ചവിട്ടിയ കാലും ആചാര്യ അടിച്ചു ഓടിക്കുന്നു. ധർമ്മസ്ഥലയിലുള്ളവർക്ക് മരുന്നിനായി പാതക്കെട്ടിലെ വൈദ്യന്മാരെ തന്നെ ആശ്രയിക്കണം. സോ കാലൊടിഞ്ഞ വസവന്റെ ഫ്രണ്ടിനെ നാട്ടുകാർ വേദയുടെ അടുത്തെത്തിക്കും. അവൻ വേദയുടെ ശത്രുവായിരുന്നിട്ട് പോലും വേദ അതൊന്നും നോക്കാൻ അവന് മരുന്ന് വെച്ചു കൊടുത്ത് ശുശ്രൂഷിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ മൂവിയുടെ മെയിൻ വില്ലനെ കാണിക്കും. ഇയാൾ പറയുന്നതനുസരിച്ചാണ് വസവൻ ധർമ്മസ്ഥലയിൽ ഓരോരോ അക്രമങ്ങൾ ചെയ്യുന്നത്. സിത്തവനത്തിലെ ആളുകളെയെല്ലാം ഓടിച്ചതിനു ശേഷം സിത്തവനം മുഴുവനായും അയാൾക്ക് സ്വന്തമാക്കണം. അതിനായിട്ടാണ് ആ ഗ്രാമത്തിൽ തന്നെയുള്ള വസവനെ അയാൾ കൂട്ടുപിടിക്കുന്നത്. ആചാര്യ താമസിക്കുന്ന വീടിനടുത്തുള്ള പെൺകുട്ടിയായ ഉമ്മയ്ക്ക് ഒരു പാട്ടു ടീച്ചർ പാട്ട് പഠിപ്പിക്കാമെന്ന് പറയും. പക്ഷേ അവളെ പാട്ടൊന്നും പഠിപ്പിക്കാനുള്ള പണം തങ്ങളുടെ കൈവശമില്ലെന്ന് ഉമ്മയുടെ അച്ഛനും അമ്മയും പറയുമ്പോൾ ഉമ്മ നന്നായി പാടും. സോ അവളെ നാളെ മുതൽ എൻ്റെ ക്ലാസ്സിലേക്ക് അയക്കണം. പണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് പാട്ടു ടീച്ചറായ നീലാംബരി പറയും. ഇതൊക്കെ കേൾക്കുന്ന ആചാര്യ ആ ടീച്ചർ ആരാണെന്ന് നോക്കും. അവളെ ആചാര്യയ്ക്ക് മുൻപ് തന്നെ പരിചയമുള്ളതായി കാണിക്കുന്നു. വേദയുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. വളരെ ടെൻഷനോടെ വേദയും കൂട്ടുകാരും ആ നാട് മുഴുവൻ അവളെ അന്വേഷിക്കും. പക്ഷെ അവളെ കണ്ടുകിട്ടില്ല. വസവന്റെ ഫ്രണ്ട്സ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടും. അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് കരുതി ആചാര്യയും അവളെ തിരയാൻ തുടങ്ങും. അവർ പൂട്ടിയിട്ടിരുന്ന റൂമിൽ നിന്നും അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വസവന്റെ ഫ്രണ്ട്സും ഇത് കാണും. സോ അവളെ പിടിക്കാനായി അവർ ശ്രമിക്കുമ്പോൾ കറക്റ്റായി ആചാര്യ അങ്ങോട്ട് വരും. അവരെയെല്ലാം അടിച്ചു തെറിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ ആചാര്യ രക്ഷപ്പെടുത്തുന്നു. ഉമ്മ അവളുടെ അച്ഛനോട് എനിക്കൊരു ഓടക്കുഴൽ വേണമെന്ന് പറയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, നിനക്ക് അടുത്ത തവണ ഓടക്കുഴൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ ജോലിക്ക് പോകുന്നു. ഓടക്കുഴൽ കിട്ടാത്തതിൽ ഉമ്മ വളരെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ആചാര്യ അവളെ വിളിച്ച് അയാളുടെ പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു ഓടക്കുഴൽ എടുത്ത് നൽകും. ആ ഓടക്കുഴൽ അവൾക്ക് കൊടുത്തതിൽ ആചാര്യ വളരെ ഇമോഷണൽ ആകുമ്പോൾ ഇത് ആരുടെയാണെന്ന് ഉമ്മ ചോദിക്കും. ഇതെന്റെ ഫ്രണ്ടിന്റെ ഓടക്കുഴലാണെന്ന് ആചാര്യ പറയും. ആ ഓടക്കുഴലുമായി ഉമ്മ പാട്ടു ടീച്ചറായ നീലാംബരിയുടെ ക്ലാസ്സിലേക്ക് പോകും.
അവളുടെ കയ്യിലിരിക്കുന്ന ഓടക്കുഴൽ കാണുന്ന നീലാംബരി അത് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് മുൻപ് പരിചയമുള്ളതുപോലെ നോക്കും. ഈ ഓടക്കുഴൽ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നീലാംബരി ചോദിക്കുമ്പോൾ ആചാര്യയാണ് തന്നതെന്ന് ഉമ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ആചാര്യയെ നേരി കാണാനായി നീലാംബരി അവളുടെ അച്ഛനുമായി വരുന്നു. ഈ ഓടക്കുഴൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നീലാംബരി ചോദിക്കും. ഈ ഓടക്കുഴൽ എനിക്ക് സിത്തയാണ് തന്നതെന്ന് ആചാര്യ പറയുന്നു. സിത്ത ആരാണെന്നോ അവരുമായി സിത്തയ്ക്ക് എന്താണ് ബന്ധമെന്നോ ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ സിത്തയെക്കുറിച്ച് അവർ വളരെ ഇമോഷണലായി സംസാരിക്കുന്നത് കാണിക്കും. ധർമ്മസ്ഥയിലെ പ്രധാന ടെമ്പിളിലെ ഉത്സവം നടക്കുന്നു. സാധാരണയായി ഈ ഉത്സവത്തിന് വിളക്ക് പിടിച്ച് ആരംഭം കുറിക്കുന്നത് പാദഘട്ടത്തിലെ വൈദ്യന്മാരാണ്. പക്ഷെ വസവൻ എല്ലാം കൈയടക്കി വാഴാൻ തുടങ്ങിയതോടെ പാദഘട്ടത്തിലെ ആളുകളെ അയാൾ ധർമ്മസ്ഥയിലെ എല്ലാ ഫംഗ്ഷനുകളിൽ നിന്നും ഒഴിവാക്കി നിർത്തും. തിടമ്പെടുത്ത് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കേണ്ടത് പാദഘട്ടിലെ വേദിയും കൂട്ടരുമാണെന്ന് ആചാര്യയ്ക്ക് അറിയാം. പക്ഷെ അത് വസവൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തു നിന്നിരുന്ന ഒരാളുടെ കുങ്കുമത്തിന്റെ പാത്രം തട്ടിത്തെറിപ്പിച്ച് ആളുകളുടെ ശ്രദ്ധ മാറുന്ന ആ സെക്കൻഡിൽ വസവന്റെ കൈക്കിട്ട് ആചാര്യ വെട്ടുന്നു. ആരാണ് തന്നെ ആക്രമിച്ചതെന്ന് വസവന് മനസ്സിലായില്ലെങ്കിലും ആരോ തന്നെ പകയോടെ അറ്റാക്ക് ചെയ്തതാണെന്ന് വസവന് മനസ്സിലാകും. ചോര പുരണ്ട കൈകൊണ്ട് തിടമ്പെടുക്കാൻ കഴിയില്ല. സോ പഴക്കം പോലെ പാതകെട്ടിലെ വൈദ്യന്മാർ തന്നെ ഇത് ചെയ്യട്ടെ എന്ന് പൂജാരി പറയും. ഇത് കേട്ടയുടനെ വേദയും കൂട്ടുകാരും തിടമ്പെടുത്ത് ഘോഷയാത്ര തുടങ്ങി വെക്കും. ഇതൊക്കെ കാണുന്ന വസവൻ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ആരാണ് തന്നെ വെട്ടിയതെന്നറിയാൻ അയാളുടെ ആളുകളെ അയച്ച് ആ നാട്ടിലെ എല്ലായിടത്തും അവരെ തിരയാൻ വസവൻ പറയും. വളരെ കോപത്തോടെ വസവന്റെ ഫോട്ടോ അയാൾ തന്നെ അടിച്ചു പൊട്ടിക്കുന്നു. വസവന്റെ ആളുകൾ ആ നാട് മുഴുവൻ ആചാര്യയെ തിരയും. പക്ഷെ ഉടഞ്ഞുപോയ ഫോട്ടോ ശരിയാക്കാൻ വസവന്റെ വീട്ടിലെത്തുന്നത് ആചാര്യയാണ്. ആ ഫോട്ടോ ആചാര്യ റെഡിയാക്കിയതിന് ഫീസായി വസവന്റെ സെർവന്റിന് പണം കൊടുക്കുമ്പോൾ ആചാര്യ അത് മേടിക്കില്ല. ഇത് കാണുന്ന വസവൻ ചെയ്ത ജോലിക്ക് ക്യാഷ് മേടിച്ച് പോകൂ എന്ന് പറയും. ആചാര്യ വേണ്ടെന്ന് തന്നെ പറയും. സംശയം തോന്നി തിരിഞ്ഞു നിൽക്കുന്ന ആചാര്യയോട് എന്റെ മുഖത്തോട് നോക്കി സംസാരിക്കാൻ വസവൻ പറയുന്നു. ആചാര്യ തിരിയാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റായി ഈ കഥയിലെ മെയിൻ വില്ലൻ അവിടേക്ക് വരും. ആ സമയം നോക്കി ആചാര്യ അവിടെ നിന്ന് പോകും. പാദഘട്ടത്തിലെ വൈദ്യന്മാരെ ധർമ്മസ്ഥലിയിൽ നിന്നും ഒഴിപ്പിച്ചാൽ ബാക്കിയൊക്കെ ഈസിയാണെന്ന് മെയിൻ വില്ലൻ വസവനോട് പറയുന്നു. അതിനായി അയാൾ ഒരു പ്ലാനും വസവന് പറഞ്ഞു കൊടുക്കും. പാദഘട്ടത്തിലെ വൈദ്യന്മാർ കുട്ടികൾക്ക് കൊടുക്കാനായി ഒരു പ്രത്യേക തരം മരുന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ മരുന്നിൽ വസവന്റെ ആളുകൾ വിഷം കലർത്തുന്നു. ഇതറിയാതെ ആ മരുന്ന് കുടിക്കുന്ന കുട്ടികളെല്ലാം പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ശബ്ദിക്കുകയും ചെയ്യും. അവരെയെല്ലാം നാട്ടുകാർ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഈ കുട്ടികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുമെന്ന് 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് അറിയാൻ കഴിയൂ എന്ന് ഡോക്ടർ പറയും. ഇത് കേൾക്കുന്ന ആളുകളെല്ലാം വളരെ ടെൻസ്ഡ് ആകും. വസവന്റെ ആളുകൾ അവർക്കിടയിലേക്ക് ചെന്ന് വേദയും അവരുടെ കൂടെയുള്ള വൈദ്യന്മാരുമാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയും. ഇതൊക്കെ ശരിയാണെന്ന് കരുതി ആ നാട്ടിലെ ജനങ്ങളെല്ലാം വസവന്റെ ആളുകൾക്കൊപ്പം പാദക്കെട്ടിലെ വൈദ്യന്മാരുടെ അടുത്ത് ചെന്ന് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വസവന്റെ ആളുകൾ വേദയെ കത്തികൊണ്ട് കുത്തുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം ധർമ്മസ്ഥലിയിൽ നിന്നും മറ്റെവിടെയെങ്കിലും പോകാമെന്ന് ആ വൈദ്യന്മാർ തീരുമാനിക്കും. ആചാര്യാണ് തന്നെ ആക്രമിച്ചതെന്ന് വസവനും മനസ്സിലാകുന്നു. നാട് വിട്ടു പോകുന്ന ആ വൈദ്യന്മാരുടെ അടുത്തേക്ക് ആചാര്യ വന്ന് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കും. എന്ത് കാരണമുണ്ടായാലും നിങ്ങൾ ഇവിടെ നിന്നും ഒരിക്കലും പോകരുതെന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാമെന്നും ആചാര്യ വാക്കു നൽകുന്നു. ആചാര്യയെ അന്വേഷിച്ച് ഈ സമയം വസവന്റെ ആളുകളും അവിടേക്ക് എത്തും. ആചാര്യയെ അടിക്കാനാണ് അവർ വന്നതെന്ന് മനസ്സിലാക്കി അവരെ തടയാൻ ആ വൈദ്യന്മാർ ശ്രമിക്കുമ്പോൾ അവർ വൈദ്യന്മാരെ ആദ്യം അടിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്ന ആചാര്യ വസവന്റെ ആളുകളെല്ലാം അടിച്ചോടിക്കുന്നു. അവരിൽ ഒരുത്തനെ അടിച്ചു കൊല്ലാറാക്കിയതിനു ശേഷം അയാളുമായി ആചാര്യ നേരെ വസവന്റെ അടുത്തേക്ക് വരും. നീ ചെയ്യുന്ന അക്രമങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ആചാര്യ വസവനെ വോൺ ചെയ്യുമ്പോൾ നീ എന്തിനാണ് ഈ ആളുകൾക്കായി വാദിക്കുന്നത്? നീ ആരാണ്? നിനക്കും ധർമ്മസ്ഥലിക്കും തമ്മിൽ എന്തു ബന്ധമാണുള്ളതെന്ന് വസവൻ തിരിച്ചു ചോദിക്കും. അതിന് മറുപടിയായി ദിവ്യവനം ഒരു കാപ്പ്, ജീവ നദി ഒരു കാപ്പ്, നടുവേ പാദഘട്ടം. ഇത് കേൾക്കുന്ന വസവൻ പെട്ടെന്ന് ഷോക്ഡ് ആകുകയും സിത്തയെക്കുറിച്ച് ഓർക്കുകയും ചെയ്യും. കാരണം ഈ വാക്കുകൾ സിത്ത മുൻപ് വസവനോടും അവന്റെ കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട്.
ദിവ്യവനം ഒരു കാപ്പ്, ജീവനദി ഒരു കാപ്പ്, നടുവേ പാതഘട്ടം. ഈ മൂവിയിലെ സെക്കൻഡ് ഹീറോയായ സിദ്ധിയെ കുറിച്ച് കാണിക്കുന്നു. ഗുരുവൈദ്യനും കൂട്ടരും ചില പച്ചമരുന്നുകൾ ശേഖരിക്കാനായി സിദ്ധവനത്തിലൂടെ നടക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. ഗുരുവൈദ്യൻ ആ കുട്ടിയെ എടുത്തതിനു ശേഷം അതിന്റെ അമ്മയോ അച്ഛനോ അവിടെയുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. കൂടെയുള്ള വൈദ്യന്മാർ അവിടെയെല്ലാം ആ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും തിരയും. പക്ഷെ അവർക്കാരെയും കണ്ടെത്താൻ കഴിയില്ല. ഒരു മരത്തിന്റെ പുറകിലായി കുട്ടിയെ ഉപേക്ഷിച്ചയാളെ ഗുരുവൈദ്യൻ കാണുന്നു. എന്നാലും ആ കുട്ടിയെ സ്വന്തം മകനെ പോലെ ഗുരുവൈദ്യൻ വളർത്താൻ തുടങ്ങും. അവന് സിദ്ധ എന്ന് പേര് വയ്ക്കുന്നു. ധർമ്മസ്ഥലിയിൽ തന്നെയുള്ള നീലാംബരിയും സിദ്ധയും കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ലവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ധർമ്മസ്ഥലി ധർമ്മത്തിന് പേരുകേട്ട ഇടമാണ്. അവിടെയുള്ള ആളുകൾ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമാണ് ജീവിക്കുക. മെയിൻ വില്ലന്റെ അനുജൻ ധർമ്മസ്ഥലിയിൽ വരികയും ആ ടെമ്പിളിലിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ തരണമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ ടെമ്പിൾ ഏരിയ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയാൽ ഇവിടെയുള്ള യുവാക്കൾക്ക് ധാരാളം ജോലികളും ലഭിക്കുമെന്ന് അയാൾ വാക്കു നൽകും. പക്ഷെ ഗുരുവൈദ്യനും മറ്റുള്ളവരും അതിന് സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ വളരെ സമാധാനത്തോടെയും സ്നേഹത്തോടെയുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഗുരുവൈദ്യൻ അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. മെയിൻ വില്ലനും അയാളുടെ സഹോദരനും ധർമ്മസ്ഥലിലുള്ള വസ്സവനെ കൂട്ടുപിടിച്ച് സിദ്ധവനം മുഴുവനായി സ്വന്തമാക്കാനായി ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ ടെമ്പിൾ രാത്രിക്ക് രാത്രി തകർത്താൽ ആ സ്ഥലം മുഴുവനായും സ്വന്തമാക്കാം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ആ ടെമ്പിൾ അവർ തകർക്കാൻ തുടങ്ങുമ്പോൾ ഇതറിയുന്ന സിദ്ധ അവരെയെല്ലാം തടയാൻ ശ്രമിക്കുകയും ആക്രമിക്കാൻ വരുന്നവരെ അടിച്ചു കൊല്ലുകയും ചെയ്യും. ഈ സമയത്ത് സിദ്ധയെ കൊല്ലാനായി വരുന്ന മെയിൻ വില്ലന്റെ ബ്രദറിനെ സിദ്ധ കൊല്ലുകയും ചെയ്യുന്നു. പക്ഷെ കൂടെ നിന്ന് ചതിച്ച വസവൻ സിദ്ധയെ കത്തികൊണ്ട് കുത്തിയിട്ട് അവിടെ നിന്നും ഓടിപ്പോകും. എന്നിരുന്നാലും സിദ്ധ ടെമ്പിൾ തകർക്കാൻ വന്ന എല്ലാവരെയും അടിച്ചോടിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം സിദ്ധ മയങ്ങി നിലത്ത് വീഴുകയും ചെയ്യും. സിദ്ധയെ രക്ഷിക്കാനായി ടെമ്പിളിലേക്ക് കുറച്ചുപേർ വരുന്നതായി കാണിച്ച സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ സിദ്ധ ഒരു കാടിനുള്ളിൽ കിടക്കുന്നതാണ് കാണിക്കുക. അക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണ് സിദ്ധയെ രക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ ആരൊക്കെയാണ്, എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സിദ്ധയോട് അവർ സിദ്ധ ആരാണെന്ന് പറയും. അതായത് സിദ്ധയുടെ അച്ഛനും അമ്മയും ഈ ഗ്യാങ്ങിൽ ചേർന്നവരായിരുന്നു. പട്ടാളക്കാരുമായുള്ള പോരാട്ടത്തിൽ സിദ്ധയുടെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞ് സിദ്ധയെ അവരുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, ആചാര്യാണ് സിദ്ധയെ ഗുരുവൈദ്യന് കിട്ടത്തക്ക രീതിയിൽ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നത്. ഇതെല്ലാം അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിദ്ധയോട് പറയുന്നു. അതിനുശേഷം സിദ്ധയും ആചാര്യയും കണ്ടുമുട്ടും. പിന്നീട് അങ്ങോട്ട് സിദ്ധയും അവർക്കൊപ്പം ചേരുകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഈ പോരാട്ടത്തിനിടയിൽ വില്ലന്മാരുടെ ഗൺഷൂട്ടിൽ സിദ്ധ മരിക്കുകയും ചെയ്യുന്നു. മരിക്കുന്നതിന് മുൻപ് സിദ്ധ നീലാംബരിയെ കുറിച്ച് പറയുകയും തന്റെ ജന്മനാടായ ധർമ്മസ്ഥലിയെ ഇനി മുതൽ ആചാര്യ സംരക്ഷിക്കണമെന്നും പറഞ്ഞിട്ടാണ് സിദ്ധ മരിക്കുക. അതിനാലാണ് ആചാര്യ ഒരു കാർപ്പന്റർ എന്ന വ്യാജേന സിദ്ധവനത്തിലേക്ക് വരുന്നത്. ഇതെല്ലാം ആചാര്യ പാതഘട്ടത്തിലെ വൈദ്യന്മാരോട് പറയുന്നു. സിദ്ധ മരിച്ചതിനെ കുറിച്ചോർത്ത് എല്ലാവരും വളരെ ഫീലാകും. സിദ്ധവനം സ്വന്തമാക്കാനായി വസ്സവനും മെയിൻ വില്ലനും അടുത്തൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അവിടെയുള്ള എല്ലാ ആളുകളെയും കൊന്ന് അവിടെ നമുക്ക് സ്വന്തമാക്കാമെന്ന് അവർ പറയും. ആചാര്യാണ് എല്ലാത്തിനും തടസ്സം. പോരാട്ട ഗ്യാങ്ങിൽ പെട്ടവനായതിനാൽ പോലീസ് അവനെ തിരയുകയാണ്. സോ അവനെ പോലീസിനെ കൊണ്ട് തന്നെ പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് വസ്സവൻ പോലീസിനെ കൊണ്ട് ആചാര്യയെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. 12 വർഷത്തിലൊരിക്കൽ പാതഘട്ടത്തിലെ വൈദ്യന്മാർ നടത്തുന്ന ഒരു പ്രത്യേക ഉത്സവം വരുന്നു. അതിനായി എല്ലാവരും ടെമ്പിളിലേക്ക് വരുമ്പോൾ അവരെ കൊല്ലാനായി വസ്സവന്റെ ആളുകളും അങ്ങോട്ട് ചെല്ലും. പക്ഷെ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്ന ആചാര്യ അവരെ രക്ഷിക്കാനായി ആ ഉത്സവം നടക്കുന്നിടത്ത് വന്ന് വില്ലന്റെ ആളുകളെയെല്ലാം അടിച്ചടിച്ച് കൊല്ലുന്നു. ഒരുത്തനെ പോലും വിടാതെ എല്ലാവരെയും ആചാര്യ കൊല്ലും. വസ്സവനെയും മെയിൻ വില്ലനെയും ആചാര്യ കൊല്ലുന്നു. ധർമ്മസ്ഥലി അധർമ്മസ്ഥലിയാക്കാൻ ശ്രമിച്ച എല്ലാവരെയും ആചാര്യ കൊല്ലും. ധർമ്മസ്ഥലിയെയും അവിടുത്തെ ജനങ്ങളെയും രക്ഷിച്ചതിന് ശേഷം ആചാര്യ ആ നാട് വിട്ടു പോകുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. ഒരു തവണ മാത്രം കാണാവുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്കിതിന്റെ കഥ തോന്നിയത്. എനിവേ, നിങ്ങൾക്ക് ഈ മൂവിയുടെ കഥ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.